ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സ്വാമി, അദ്ദേഹത്തിന്റെ ആരോഗ്യകാര്യത്തിൽ സ്വാമി കൂടി കാര്യമായി ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞാലൊന്നും കാര്യമാക്കില്ല, ഗവനിക്കേയില്ല. എനിക്കതോർത്തിട്ട് ഒരു സമാധാനവും ഇല്ല. ഡോക്ടർമാരുടെ ഭാഷയല്ലേ അവരങ്ങനെ പറയൂ. മഹേന്ദ്ര സാറിന് ഒരു കുഴപ്പവുമില്ല, ഒരാപത്തും ഇനി അദ്ദേഹത്തെ തടി വരികയുമില്ല. ശിവൻകുഞ്ഞിന്റെ ഇപ്പോഴത്തെ മാറ്റത്തില് മഹേന്ദ്ര സാറിന് വലിയ സന്തോഷവും ആശ്വാസവും ഉണ്ട്. ആ രീതിയിലുള്ള പ്രകടനമാണല്ലോ ശിവൻകുഞ്ഞ് കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ മുന്നിൽ നടത്തിയത്. എന്നിട്ട് പറയും പോലെ ആളെവിടെ? ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോന്ന് നോക്കിയേ. അച്ഛൻ സുഖമില്ലാതിരിക്കല്ലേ, എന്തെങ്കിലും പോയി 2 വാക്ക് സംസാരിച്ചാ അദ്ദേഹത്തിന് അതൊരു ആശ്വാസമാവുമായിരുന്നു. അങ്ങനൊന്നും ചെയ്യില്ല. 2 പേർക്കും വാശിയല്ലേ. ഇവരുടെ ഇടയിൽ ഞാനും. എന്താ സ്വാമി, പ്രശ്നങ്ങൾ എന്തെങ്കിലും? ഏയ്, ഒന്നുമില്ല കുഞ്ഞേ. ശിവ, കുളിച്ചിട്ട് വാ. അപ്പോഴേക്കും ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ഞാൻ കഴിച്ചു. എവിടുന്ന് കഴിച്ചു? പുറത്തുനിന്ന് കഴിച്ചു. എടാ, ഞാൻ പിന്നെ എന്തിനാണ് ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്? എന്നെ കരുതി മാത്രമാണ് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കുന്നത്. ഇവിടെ ഉള്ളവർക്ക് കഴിക്കാൻ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ എനിക്കും. എടാ, അങ്ങനെയാണോടാ നീ കരുതിയിരിക്കുന്നേ? നോക്ക്, എത്ര ദിവസമായി നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട്. അമ്മേ, അത് പിന്നെ അതെ, ഇനി ഇതിന്റെ പേരിൽ അമ്മയും മകനും തമ്മിൽ തല്ലു പിടിക്കണ്ട. ഇന്ന് ശിവൻകുഞ്ഞ് പുറത്തുനിന്ന് കഴിച്ചെന്നല്ലേ ഉള്ളൂ. എന്ന് വെച്ച് നാളെ മുതൽ അങ്ങനെ ആവണമെന്നില്ലല്ലോ. അതുകൊണ്ട് അക്കാര്യത്തിൽ ഇനി ഒരു തർക്കവും വേണ്ട. അതല്ല സ്വാമി, എന്നാലും ഇങ്ങനുണ്ടോ? എന്തിനും ഏതിനും തറുതല പറയുന്നത്? ദേ, ഇവന്റെ അച്ഛൻ സുഖമില്ലാതിരിക്കുന്നത് കണ്ടോണ്ട് പോയതല്ലേ ഇവൻ. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇവൻ ചോദിച്ചോ? എന്റെ അമ്മേ, ഞാനിപ്പോ വന്ന് കേറിയല്ലേ ഉള്ളൂ. ഇനിയിപ്പോ ഞാൻ എന്താ ചോദിക്കേണ്ടത്? അസുഖങ്ങൾ ആർക്കൊക്കെ എപ്പോഴൊക്കെ വരുന്നതെന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ലല്ലോ. ഇനി വന്ന അസുഖത്തെ കുറിച്ച് വീണ്ടും വീണ്ടും ചോദിച്ച് അച്ഛനെ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിച്ച് ടെൻഷൻ അടിപ്പിക്കുന്നത്? പിന്നെ എല്ലാരും മരിക്കുന്ന ആൾക്കാർ തന്നെ. ഇനി അഥവാ എന്തെങ്കിലും സംഭവിച്ചാ നമ്മൾ ബാക്കി കാര്യങ്ങൾ നോക്കണം. അല്ലാതെ ദുഃഖിച്ച് സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അത് ഞാനായാലും അച്ഛനായാലും. മോനെ ശിവ, എടാ, ഇത് കണ്ടില്ലേ സ്വാമി, എന്തൊക്കെയാ അവൻ പറഞ്ഞിട്ട് പോയത്? അതൊന്നും കാര്യമാക്കണ്ട. ഇന്ന് വരെ ഒരു കാര്യത്തിന് ഇടപെടാത്ത ആള് ഇന്നൊരു പ്രധാന കാര്യത്തിൽ ഇടപെട്ടില്ലേ? മാണിക്കോത്ത് ഇനി ഒരിക്കലും അനാഥമാവില്ലെന്ന് മനസ്സിലായല്ലോ. മഹേന്ദ്രൻ സാറ് രാജാവാണെങ്കിൽ ശിവൻകുഞ്ഞിനെ നമ്മൾ ചക്രവർത്തിയായി വാഴിക്കും. അതിന്റെ ലക്ഷണമാണ് ഇന്ന് പരുത്തിക്കുന്നിൽ കണ്ടത്. മറ്റാരെയുമല്ല ശിവൻകുഞ്ഞ് മുട്ടുകുത്തിച്ചത്, ജില്ല ഭരിക്കുന്ന കളക്ടറെയാണ്. അത് ചില്ലറക്കാര്യമല്ല. എല്ലാം ശരിയാവും.